എനിക്ക് ഇഷ്ടം തോന്നുന്ന ആൾക്കാർക്കൊക്കെ എന്നോട് ദേഷ്യ. കണ്ടെടുത്താ കണ്ടുകൂടാ. പക്ഷെ എനിക്കിഷ്ടാണല്ലോ. ശരിക്കും ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ല ഇങ്ങനെ ഒരു താലപ്പൊലിയെ കുറിച്ച്. ഞാൻ എല്ലാ കൊല്ലം പോവും. എന്തുമാത്രം ആണുങ്ങൾ ആ പെണ്ണുങ്ങളായി ചമഞ്ഞൊരുങ്ങി വരുന്നതെന്ന് അറിയോ ഈ താലെടുപ്പിന്? നീയും വാടി, നമുക്ക് ഒരുമിച്ച് പോവാം. ഏയ് ഞാനൊന്നുമില്ല. പെണ്ണുങ്ങൾ തോറ്റുപോകും. വേണമെങ്കിൽ വന്ന് കണ്ടു നോക്ക്. കളിക്കാൻ വരാൻ പറ്റിയ പറയണ പറ്റി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്നെ തല്ലണോ അത് കൊല്ലണോ? തല്ലണോ? എനിക്ക് താല്പര്യം. നിന്നൊരു പെൺവേഷം താല്പര്യം പോയി കളിക്കണോ? അടിക്കും ഞാൻ. അടിച്ചാൽ നീ എന്ത് ചെയ്യണം? കളിക്കാൻ വൈകി നാട്ടിൽ കളിക്കണം. വേഷം കെട്ടി നിന്നപ്പോൾ അവന്റെ കണ്ണിലെ തിളക്കം കാണുന്നു. അവനെ മാറ്റിയെടുക്കാനൊന്നും ആർക്കും കഴിയില്ല വെങ്കിടി. മാറ്റാൻ പറ്റുമെന്നൊക്കെ ഉള്ള നമ്മുടെ വെറും തോന്നല. നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ എവിടെ നിൽക്കണേ? പോയാലോ? ശരിക്കും നിനക്ക് അവനോട് എന്തായിരുന്നു പ്രേമോ? അവനെ പ്രേമിക്കാൻ എനിക്കെന്താ വട്ട? പക്ഷെ പാവട്ടോ. പാവണ്. രണ്ടും കൂടി ഒളിച്ചോടി പോകുന്ന വരെ ഞാൻ ആലോചിച്ച്. ഒളിച്ചോടി പോയിട്ട് എന്തിനാ? ഇവരെ പോലുള്ള ആളുകളെ സ്നേഹിക്കാൻ തുടങ്ങി അങ്ങ് അറ്റത്തെ സ്നേഹം. വെറുതെ പിന്നെ കൊല്ലാൻ പോലും മടിക്കില്ല. ശ്രമിച്ചു കഴിഞ്ഞാലുണ്ടല്ല നിനക്ക് നല്ലൊരു സിനിമാ നടിയാവാ. എന്തായിരുന്നു ചിരിയും കളിയും പെരുമാറ്റവും കലകി. അവനോട് കാണിച്ച ഈ കളിയും ചെരിയും ഒക്കെ അഭിനയാണെന്ന് അവൻ അറിയുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുന്ന് സ്ഥലം വിടണം. അതാ നല്ലത്. അല്ലെങ്കിൽ നിന്നെ അവൻ തല്ലിക്കൊല്ലും. നീ എന്നോട് അഭിനയിക്കരുതല്ലേ?
മിണ്ടരുത് പൊട്ടി. എന്താണ് നീ പറഞ്ഞത്? എന്തേലും പറ്റിയോ നിനക്ക്? ഇല്ല, കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഇത്? അടി എന്നെ അടിച്ചവൻ അങ്ങനെ ആണുങ്ങളെ പോലെ അടിക്കണം. ആണും പെണ്ണും കെട്ട ശവമേ. അടിക്കടാ, അടിക്കടാ എന്നെ. അടിക്കടാ മയിലാട്ടി. ഇവനെ കൊണ്ട് എന്ത് ചെയ്യുന്നു പറ. അവനോട് നീയല്ല പറഞ്ഞ അവൻ നന്നാവില്ലെന്ന്. അവൻ നന്നായി. നേരത്തെ തന്നെ അടിച്ച് ഇപ്പൊ ചവിട്ടി. അവൻ നന്നാവും. തമ്പുരു തമ്പുരു കലക്കി നന്നായി. എന്നെ അടിക്കരുത്, എന്നെ അടിക്കരുത്. കേറി പൊടിയത്. ഇനി നീ ഇവിടെ കേറിയാലും കേറ്. വെങ്കിടി, എനിക്കറിയില്ല. അവൻ്റെ ഒരു കാര്യം എന്നോട് ചോദിക്കണ്ട. എങ്ങാനും എന്റെ മുമ്പിൽ വന്ന് പെട്ട ഒറ്റക്കാലിൽ അവൻ കടിക്കേണ്ടി വരും. പന്നി, അത് ഉറപ്പാ. ഇന്നും കൂടി വരുമെന്ന് നോക്കിയിട്ട് പോരെ? ഇന്നും വന്നില്ലെങ്കിൽ പിന്നെ അവൻ വരില്ല. അല്ല അപ്പൊ എന്ത് ചെയ്യും? കണ്ടുപിടിക്കണം. എന്നോട് പറഞ്ഞ കഥകളൊക്കെ നേരാണെങ്കിൽ ആദ്യം അവന്റെ വീട്ടിൽ പോയി അന്വേഷിക്കാം. എന്നിട്ട് മതി മറ്റു നീക്കം. അതിന് വീട് എവിടെയെന്ന് ആർക്കറിയാ? നാടെവിടെയെന്നൊന്നും വേറെ ആർക്കും അറിയില്ല. വേറെ ആരും അറിയണത് ഇഷ്ടമായിരുന്നില്ല. ഇങ്ങനൊരു അവസ്ഥയായോണ്ടാ ഞാൻ പറഞ്ഞത്. അവിടെ തന്നെ ഉണ്ടാകും. പോണം, പോയി കണ്ടുപിടിക്കണം. തമ്പുരു പാവാണ്.
കർമ്മം കൊടുക്കലാണിത്. കുലദൈവങ്ങളുണ്ടെങ്കിൽ അവർക്കും, പിന്നെ മരിച്ചുപോയ കാരണവന്മാർക്ക് ആണ്ടിലൊരിക്കൽ കൊടുക്കുന്ന ഈ പൂജയെയാണ് ആട്ട് എന്ന അനുഷ്ഠാനമായി പറയുന്നത്. ഈ തമ്പുരുവിൻ്റെ ഒരമ്മാമ പേര് കേട്ട ആട്ടുകാരനായിരുന്നു. ഇവൻ പഠിച്ചില്ല, ഒരു തൊഴിലിട്ട് അറിയില്ല. പിന്നെ ഒരു കുഴപ്പമുള്ളതേ, ഈ പെണ്ണുങ്ങളെ പോലെയൊക്കെ ഒരു സമ്പ്രദായ അതാർക്കും പിടിക്കില്ല. അതുകൊണ്ട് എല്ലാവരും ഇട്ട് തട്ടിക്കളിച്ചു ചെറുപ്പത്തില്. മുതിർന്നിട്ടും ഒരു വഴിക്കും ആയില്ല. അപ്പോ ആ അമ്മാമ്മയാ ഈ ആട്ടില് കൂട്ടിയത്. തമ്പുരൂന്ന് ആൾക്കാർ കളിയാക്കി വിളിക്കണതാ. അയ്യപ്പന്നാ ശരിക്കുള്ള പേര്. തലയ്ക്ക് സുഖമില്ലാത്ത ഏട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണോ അതോ വീട്ടിന് വേണ്ട ഒരു പെണ്ണിനെ നീയായിട്ട് കൊണ്ടുവരണോ? എപ്പോ നോക്കിയാലും ഈ കല്യാണം. നിക്ക് വയ്യ. വീട്ടിലെ പണികൾ മുഴുവനും വലിക്കാനും നിങ്ങൾക്ക് രണ്ടാക്കും മൂന്നരം വെച്ചോളമ്പി തരാനും. അങ്ങനെ ആരോ വഴി ഇവന്റെ ആലോചന വന്നു. അന്വേഷിച്ചപ്പോ ഈ രൂപത്തിലുള്ള ഒരാളാ. പൂർണ്ണ മനസ്സോടൊന്നും അല്ല ചെയ്തത്. എന്നാലും നേരെ ആവുമായിരിക്കും എന്ന് വിചാരിച്ചാ എൻ്റെ മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. ഇവർക്ക് രണ്ടാക്കും കൂടി വേണ്ടിട്ടാണ് എന്നെ കൂടി കല്യാണം കഴിച്ചുകൊണ്ടുവന്നത്. അങ്ങനെ ഒരു സൂത്രം ഇതിനകത്തുണ്ടെങ്കിൽ അത് ആദ്യം പറയണായിരുന്നു. അല്ലാണ്ട് കുടുംബത്തിൽ എല്ലാവർക്കും കൂടി വേണ്ടി കിടന്നു കൊടുക്കാൻ. മോളെ, ഏട്ടൻ തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളല്ലേ? അയാളുടെ തലയ്ക്ക് ഒരു സൂക്കടും ഇല്ല. ഇതേ സൂക്കട് വേറെയാണ്. എനിക്കൊന്നും അനങ്ങാൻ നിവൃത്തിയില്ല. ഒന്ന് മൂത്രമൊഴിക്കാൻ പോയാൽ അപ്പുണ്ടാവും മുന്നില്. സാധാരണ ഒരു പെണ്ണിനുള്ളതൊക്കെ തന്നെ എനിക്കുള്ളൂ. അല്ലാണ്ട് ദാ നിങ്ങൾ ആദ്യം വേണ്ട അതിനെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിക്കാം. അപ്പൊ തന്നെ അതിന്റെ പകുതി സൂക്കട് മാറിക്കോളൂ. അല്ല പിന്നെ വന്ന് ഇവിടെ കഴിയാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് അമ്മയ്ക്കും മോനും ഒരു കൂട്ടവും ഇല്ലല്ലോ. പെണ്ണിനെ നോക്കാൻ പറ്റില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ നിൽക്കരുത്. നീ ഈ ഏട്ടനെ കാണുമ്പോഴേക്ക് പേടിക്കാതെ അങ്ങടെ എന്തെങ്കിലും കാണിച്ച് പേടിപ്പിക്കാൻ നോക്ക്. അങ്ങനെ എന്തൊക്കെ കാണിച്ച് പേടിപ്പിക്കാനേ? അല്ല, അങ്ങനെ കാണിച്ച് പേടിപ്പിക്കണ അത്രേ. ആണുങ്ങളുടെ രൂപവും കുറിച്ചുപട്ടികളുടെ സ്വഭാവവും പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ തലവിധി.
എന്തിനാ ചെയ്തത്? ഉർമിളെ, വേറെ ആലോചനകളൊക്കെ വന്നു. ഒന്നും വേണ്ടെന്ന് അവള് പറയണത്. അവനിനി കാണുകയാണെങ്കിൽ എന്തെങ്കിലും പറയണോ? ഹേയ്, ഒന്നും വേണ്ട. ഇനിയിപ്പോ ആ മോഹമൊന്നുമില്ല. കഴിഞ്ഞതൊക്കെ മറക്കുക. എന്നാ പിന്നെ പ്രിയ തമ്പുരുവിന് ചിത്രാപൗർണമി അടുത്തു വരികയാണ്. ഈ വരുന്ന 28-നാണ് കുവാക ഉത്സവം. കഴിഞ്ഞ തവണത്തെ പോലെ നീ നേരത്തെ വരണം. സ്നേഹപൂർവം, ശുഭശ്രീ. എന്തത്? രണ്ട് കൂവാ.
വിളിക്കണ്ട. പിന്നെ നമ്മളവരെ വിളിക്കാനല്ലേ വന്നത്? വിളിച്ചിട്ട് എന്തിനാ? വീണ്ടും കൊണ്ടുപോയി കളിയാക്കാനോ? നീ നോക്ക്, ഇത്ര സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ മുമ്പ് എപ്പോഴെങ്കിലും നമ്മൾ അവനെ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് വിളിക്കണ്ട, നമുക്ക് പോവാം. വാ വെങ്കടി, നമുക്ക് പോവാം. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിലൂടെ പൊതുസമൂഹത്തോട് എന്താണ് തുറന്നു പറയാനുള്ളത്? ചാനലൊന്നും വേണ്ട മോനെ, ചാനലോട്ടൊന്നും പറയൂ, നിങ്ങൾ പറയൂ. ഇനിയിപ്പോ ചാനൽ കൊണ്ടുപോയി വളർത്തായിട്ടാ. എന്താണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിലൂടെ പറയാനുള്ളത്? എന്താണ് നിങ്ങൾക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത്? പറയൂ. ഞാൻ പോസ് ചെയ്യാട്ടോ. പറയൂ. കൊണ്ടുപോടോ പറയൂ നിങ്ങൾ. അവളെന്തിനാ എങ്ങനെ ദേഷ്യപ്പെടുന്നേ? പറയൂ, എന്താണ് പിന്നെ നിങ്ങൾക്ക് വരാൻ ചാനലിലൂടെ ഞാൻ പറയാനുള്ളത്?